ഹലോ ഫ്രണ്ട്സ്, 2025 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫുള്ളി ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള കോഴ്സ് അനൗൺസ് ചെയ്തു. അതിനൊരുപാട് കുട്ടികൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യാം. ഞാൻ അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം, അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ 2025 നമ്മുടെ കോഴ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നമ്മൾ പ്രധാനമായും പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് വീഡിയോ ലെക്ചേഴ്സാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ്, നീറ്റിന് ആവശ്യമായിട്ടുള്ള 3 സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും തിയറി വീഡിയോസും അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് വീഡിയോസും, ഇത് രണ്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ തിയറി പറയും, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസും ചെയ്തു പോകും. ഇനി അതോടുകൂടെ തന്നെ നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെയും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസും അതിൽ ഡിസ്കസ് ചെയ്യും. ഇങ്ങനെ തിയറിയും ക്വസ്റ്റ്യൻ പ്രാക്ടീസും പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനും അടങ്ങുന്ന സമ്പൂർണ്ണമായിട്ടുള്ള ഒരു പാക്കേജാണ് നമുക്ക് വീഡിയോസിലൂടെ കിട്ടുക. ഫുള്ളായിട്ട് ഫ്രീ ആയിട്ട് തന്നെയാണ് അത് കിട്ടുക. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിലൂടെ, റഹീസ് നീറ്റ് എന്ന് പറയുന്ന ഈ ചാനലിലൂടെ നമ്മൾ ഡെയിലി നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഓരോ സബ്ജക്ട്സിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്യും. ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ വീക്ക്ലി ടെസ്റ്റ് നടത്തുന്നുണ്ട്. അതായത് എല്ലാ ഞായറാഴ്ചയും നമ്മുടെ വെബ്സൈറ്റിലൂടെ നമ്മൾ വീക്ക്ലി ടെസ്റ്റുകൾ നടത്തും. 2025 കോഴ്സിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ആദ്യ വീക്ക് മുതൽ തന്നെ നമ്മൾ 3 സബ്ജക്റ്റും ഉൾക്കൊള്ളുന്ന, അതായത് കെമിസ്ട്രിയും ഫിസിക്സും ബയോളജിയും ഉൾക്കൊള്ളുന്ന എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. 1 അവർ ഡ്യൂറേഷനുള്ള 60 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാംസ് ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ നമ്മുടെ വെബ്സൈറ്റ്, അതായത് www.rahis.com എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റും. അപ്പം നിങ്ങൾ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾക്ക് കാണാം. ഇനി നമ്മുടെ നോട്ട്സ്, അതായത് നമ്മൾ വീഡിയോയിൽ ഉപയോഗിക്കുന്ന അതേ നോട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ ലഭിക്കും. വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്കത് യൂസ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്ന സമയത്ത് മറ്റു നോട്ട്സൊന്നും നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. പൂർണ്ണമായിട്ടും വീഡിയോയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തിട്ട് ഇത് മനസ്സിലാക്കാം. അതിൻ്റെ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് www.rahis.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് വായിച്ച് പഠിക്കാം. ഓക്കെ. ഇനി അതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞായറാഴ്ചകളിൽ വന്നിട്ട് എന്ത് ചെയ്താം, എക്സാംസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ തലേന്നത്തെ ആഴ്ചയിൽ എന്താണോ കവർ ചെയ്തിട്ടുള്ളത്, പ്രീവിയസ് വീക്കിൽ കവർ ചെയ്തിട്ടുള്ള ആ ടോപ്പിക്സ് ആയിരിക്കും ഞായറാഴ്ച എക്സാംസ് നടത്തുക. എക്സാംസ് നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ആൻസർ കീയും സൊല്യൂഷനുമൊക്കെ നിങ്ങൾക്ക് മെയിലായിട്ടും കിട്ടും. അതുപോലെ അതിൻ്റെ റിസൾട്ട് ഞാൻ ഈ ചാനലിലൂടെ തന്നെ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾ വീക്കായിട്ടുള്ളത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോയിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓരോ വീക്കിലും ഇമ്പ്രൂവ് ചെയ്ത് പോകാൻ പറ്റും. ഞാനതിൻ്റെ റിസൾട്ടും ഇവിടെ പബ്ലിഷ് ചെയ്യും. ഓക്കെ. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ തിയറിയും അതുപോലെ ക്വസ്റ്റ്യൻ പ്രാക്ടീസും PYQ ഒക്കെ നമ്മൾ ലെക്ചറിലൂടെ ചെയ്യുന്നുണ്ട്. അതിന് പാരലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഓരോ ടോപ്പിക്കും ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം, നമ്മുടെ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുമ്പം അതേ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ ബയോളജി ആണെങ്കിൽ ബയോളജി NCERT നിങ്ങൾ തറോലി പഠിക്കുക. നമ്മൾ ക്ലാസ് കേട്ടതിന് ശേഷം നിങ്ങൾ പഠിക്കുമ്പം ഒന്നുകൂടി സൗകര്യമാവും. അപ്പം NCERT കൃത്യമായിട്ട് വായിക്കുക. അതിൻ്റെ ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഗൈഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. അപ്പം ഇന്നിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന ചാപ്റ്റർ ബയോളജിയിലേതാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ചാപ്റ്ററിലെ ബോർ തിയറിയാണ് ഇന്ന് എടുത്തിട്ടുള്ളതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട, ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ബോറിൻ്റെ പോസ്റ്റുലേറ്റ്സും അതുപോലെ വെലോസിറ്റി കാണാനുള്ള ഇക്വേഷനും റേഡിയസ് കാണാനുള്ള ഇക്വേഷനും അതുപോലെ തന്നെ എനർജി ഇക്വേഷനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏതെങ്കിലും ഒരു ഗൈഡിൽ കിട്ടും. അപ്പോൾ ആ ഗൈഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഒരാഴ്ച നമ്മുടെ ക്ലാസ് കാണുക, NCERT വായിക്കുക, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക.
മിനിമം ഈ 3 പ്രോസസ്സും നിങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എക്സാം എഴുതി കഴിഞ്ഞാൽ ആ എക്സാമിന് നീറ്റ് എക്സാമിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീക്കായിട്ടുള്ള ഏരിയ ഏതാണെന്ന് കണ്ടെത്തിയിട്ട് പിന്നീട് നിങ്ങൾക്കത് മേക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്യാം. ഇനി ഈ മാസം തന്നെ നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ മാസം അവസാന വീക്കിൽ നമ്മൾ അതിൻ്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങും. കുറച്ച് ചാപ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എക്സാംസും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾ +1 പഠിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ +2കാരാണെങ്കിൽ, അല്ലെങ്കിൽ നീറ്റ് 2024 അറ്റൻഡ് ചെയ്തിട്ട് എന്താ പറയുക കട്ട് ഓഫ് മാർക്കിലേക്ക് എത്താൻ പറ്റാത്ത കുട്ടികളാണെങ്കിൽ, ഇനി വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊന്നും പോവാത്ത കുട്ടികൾ, ഇനി പോകുന്ന കുട്ടികളാണെങ്കിലും പാർഷ്യലായിട്ടും നമ്മുടേത് ഫോളോ ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ആരാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് ലെക്ചേഴ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമ്മുടെ സമയം കളയുക എന്നുള്ളതല്ല. നമുക്ക് വേണ്ട വീഡിയോസ് മാത്രം വളരെ ക്രിസ്റ്റലായിട്ട് അത് വളരെ ചുരുങ്ങിയ രൂപത്തിൽ, കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള രൂപത്തിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങളത് മുഴുവനായിട്ട് കാണുക, കണ്ട് പഠിച്ച് നന്നായിട്ട് എക്സാം എഴുതി ഇമ്പ്രൂവ് നടത്തി മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ആളുകൾ ഡൗട്ട് ചോദിക്കുന്നുണ്ട്. രജിസ്റ്റർ ചെയ്ത ആളുകളെ നമ്മൾ കോൺടാക്ട് ചെയ്ത് നമ്മളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് ആളുകളെ കോൺടാക്റ്റ് ചെയ്യാനുണ്ട്. നിങ്ങളൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയും നമ്മളിതിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ എന്താ പറയുക അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലും നമ്മൾ അറിയിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മളതിന് റീപ്ലൈ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി മിസ് ചെയ്യേണ്ട. നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിലും, സ്കൂളിൽ പോകുന്നവരാണ്, സ്കൂൾ ഗോയിങ് ആണെങ്കിലും, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും, റിപ്പീറ്റേഴ്സ് ആണെങ്കിലും, ആരാണെങ്കിലും എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അതുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇനി ഒരുപാട് 2024 ഒക്കെ എഴുതി ഇപ്പം 600ൻ്റെ ഒക്കെ അടുത്ത് ഈ വർഷം കുറച്ച് കട്ട് ഓഫ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ 600ൻ്റെ ഒക്കെ അടുത്ത് മാർക്കുള്ള കുട്ടികളുണ്ടാവും. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യണോ, കുറേ ക്യാഷ് ചിലവാക്കണോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാവും. അവരാണെങ്കിലും നമ്മുടെ വെബ്സൈറ്റും അതുപോലെ യൂട്യൂബ് ചാനലും ഒക്കെ 2025ലേക്ക് നമ്മൾ പുതിയതായിട്ടുള്ള ന്യൂ സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടുള്ള, ന്യൂ അക്കാഡമിക് പ്ലാൻ ഉപയോഗിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുക, അപ്ലോഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെ കണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് സയൻറ്റിഫിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത നീറ്റ് എക്സാമിൽ വളരെ കൂളായിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരു സ്കോറിൽ എത്തിപ്പെടാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കണ്ട, രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഞാൻ പറയലില്ല. സാധാരണ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതുപോലെയൊക്കെ പഠനവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കെല്ലാവർക്കും നല്ല ഒരു റാങ്കിൽ നന്നായിട്ട് നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അപ്പം കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു.